അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശരിക്കും ഷാമിൽ ഞെട്ടിപ്പോയി. അതെ, അറിയാത്ത നമ്പറിൽ നിന്ന് അതാ ഒരു ഫോൺ കോൾ. ആദ്യം അവൻ എടുക്കുവാൻ ഒന്ന് ഭയന്നു, പിന്നീട് ഇതിപ്പോൾ ഏത് നമ്പർ എന്നുള്ള രീതിയിൽ. കാരണം അവൻക്ക് എളാമയെക്കുറിച്ചുള്ള ആ ഒരു ഓർമ്മകൾ മനസ്സിലുണ്ട്. ഏത് സമയം അവർ ഇറങ്ങി വരും, വീട്ടിലേക്ക് കടന്നു വരും എന്നുള്ള ആ ഒരു ഭീതിയുമുണ്ട്. എന്നാൽ പെട്ടെന്ന് അവിടെ വന്ന അതാ ആ ഉമ്മ, മോനെ ഷാമിൽ, ഫോണ് ബെല്ലടിക്കുന്നുണ്ടല്ലോ, മോനെന്താ എടുക്കാത്തത് എന്ന് പറയുന്നു. ആ എളാമ, ഞാൻ. അപ്പോഴേക്കും അവൻ കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നു. ഹലോ ഹലോ, ഇത് ആരാണ്? ഇത് ബുഷ്റയാണ്. ബുഷ്റയോ? അതെ, ബുഷിയാണ്. ശരിക്കും ഷാമിൽ ഞെട്ടിപ്പോയി. ബുഷി, നീ? അതെ ഷാമിൽ, എൻ്റെ നിക്കാഹാണ് നാളെ. ബുഷി, മോൾ എന്തിനാ ഇപ്പോൾ വിളിച്ചത്? നാളെ എൻ്റെ നിക്കാഹല്ലേ? അതെ അതെ, പിന്നെ ഷാമിലിൻ്റെ പെങ്ങൾ എന്നെ കാണാൻ വന്നിരുന്നു. എൻ്റെ പെങ്ങളോ? അതെ, എന്നെ കാണാൻ വന്ന് എൻ്റെ നിക്കാഹിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒത്തിരി സങ്കടപ്പെട്ടാണ് പോയത്. എനിക്ക് ഷാമിലിനോടൊന്നും ഈ കാര്യം പറയാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരിക്കൽ പോലും ഇതിന് ഞാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഷാമിൽ, നിങ്ങൾ എന്നോട് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാരെടുത്ത തീരുമാനമാണ്. അത് നാളെ എൻ്റെ നിക്കാഹാണ്. എന്നെ കല്യാണം കഴിക്കുവാൻ നാളെ ഒരാൾ വരുന്നുണ്ട് എന്നെ നിക്കാഹ് ചെയ്യുവാൻ വേണ്ടിയിട്ട്. ഷാമിൽ, എന്നോട് പൊറുക്കണം. കാരണം എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. എന്തൊക്കെ തന്നെയാലും നമ്പർ കിട്ടി, അപ്പം ഞാൻ വിളിച്ചതാണ്. എന്നെ അനുഗ്രഹിക്കണം. എനിക്കൊട്ടും താല്പര്യമൊന്നുമില്ല ഈ ഒരു കല്യാണത്തിന്. പക്ഷേ എന്ത് ചെയ്യാൻ, ഞാൻ വീട്ടുകാരുടെ ഇഷ്ടത്തിന് ഓക്കെ ആവുകയായിരുന്നു. അല്ലാതെ കാത്തിരുന്നിട്ടും കാര്യമില്ലല്ലോ. ശരിക്കും ഷാമിൽ ഞെട്ടിപ്പോയി. ബുഷി, അവനെന്ത് പറയണമെന്നായിപ്പോയി. ഷാമിൽ, പ്രാർത്ഥിക്കണം കേട്ടോ, നല്ലൊരു ദാമ്പത്യ ജീവിതത്തിന് വേണ്ടിയിട്ട് ഷാമിൽ പ്രാർത്ഥിക്കണം കേട്ടോ. ശരിക്കും ഷാമിലിന് എന്ത് പറയണമെന്നായിപ്പോയി. ബുഷി, നീ? അതെ, നാളെ മുതൽ ഞാൻ മറ്റൊരാളുടെ ഭാര്യയാവുകയാണ്. ബുഷി, എന്ന് ശരി. ഉമ്മ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൾ ഫോൺ കട്ട് ചെയ്തു. എന്നാൽ ഷാമിലിന് എന്ത് പറയണമെന്നായിപ്പോയി. വല്ലാത്തൊരവസ്ഥയായിരുന്നു. നാളെയാണ് അവളുടെ നിക്കാഹ്. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതെ, ഞാൻ ജീവിതത്തിൽ തോറ്റുപോയി എന്ന് തന്നെ പറയാം. ശരിയാണ്, ആയിക്കോട്ടെ. എന്നാൽ എൻ്റെ ഉപ്പ, എൻ്റെ കുടുംബം, അവർ നല്ല രീതിയിലായല്ലോ. എൻ്റെ ജീവിത സ്വപ്നങ്ങളെല്ലാം ഞാൻ അതിനു വേണ്ടി മാറ്റിവെച്ചു. സാരല്ല. അവന് വല്ലാത്ത വിഷമമായി. ഒരു നിമിഷം അവന് തോന്നിപ്പോയി, അതെ, ഈ രാത്രി അങ്ങോട്ട് ചെന്നിട്ട് ആ ഒരു നിക്കാഹിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവർ ശ്രമിച്ചാലോ എന്ന്. പക്ഷേ എന്ത് ചെയ്യാൻ, ഇന്ന് ഞാൻ അങ്ങോട്ട് കയറി ചെന്നാൽ എല്ലാവരും എന്നെ ആട്ടിവിടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം മറ്റൊന്നുമല്ല, വിവാഹത്തിന് തലേ ദിവസം ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അത് സമ്മതിക്കോ? ഹേയ്, ഒരിക്കലുമില്ല. ഷാമിലിൻ്റെ മനസ്സിൽ വളരെയധികം വിഷമം. കാരണം അറബിയുമ്മയും പറഞ്ഞ കാര്യം, അറബിയുമ്മ പറഞ്ഞിരുന്നു, മോനെ ഷാമിൽ, നീ എടുത്ത തീരുമാനം ഒട്ടും ശരിയായില്ല. കാരണം ആ പെൺകുട്ടി നിക്കാഹിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. മോനെ ഷാമിൽ, ഞാൻ വിവാഹം കഴിപ്പിച്ച് തരുമായിരുന്നല്ലോ, നീ എന്തിനാ പൊന്നു മോനെ അങ്ങനെ പറഞ്ഞത്? അതുകൊണ്ട് അവർ മറ്റൊരു വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി. കാരണം നീ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഒരിക്കൽ പോലും അജ്മൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. അജ്മലും ഉമ്മയും കുടുംബക്കാരും എല്ലാവരും കൂടിയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അത് ഉറപ്പായിട്ടും ശരി തന്നെയാണ്. കാരണം കല്യാണം കഴിക്കുവാൻ ആഗ്രഹിച്ച പുരുഷൻ ഇങ്ങനെയങ്ങ് പറഞ്ഞൊഴിഞ്ഞാൽ ആരെങ്കിലും അതിന് വീണ്ടും പിന്നാലെ വരുമോ? ഹേയ്, ഇല്ല, ഒരിക്കലുമില്ല. അവർക്കും ആത്മാഭിമാനം ഉള്ളവരാണ്. വീണ്ടും നിൻ്റെ പിന്നാലെ അവർ വരില്ല. അറബിയുമ്മ പറഞ്ഞ വാക്കുകൾ എത്ര സത്യമാണ്. അതെ, ആ നിമിഷം ഞാൻ അങ്ങനെ പറഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, അതായത് എൻ്റെ പിതാവിൻ്റെ അവസ്ഥയും എൻ്റെ എളാമ്മ ചെയ്തതും എല്ലാം കൂടി വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി എനിക്കൊരിക്കലും നല്ലൊരു ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരില്ല എന്ന്. എന്നാലും എന്നെ വിളിച്ചല്ലോ അവൾ, അത് മതി. എനിക്ക് ഒത്തിരി സന്തോഷമായി. എന്നെ വിളിച്ചല്ലോ, അത് മാത്രം മതി എനിക്ക്, വേറൊന്നും വേണ്ട. അതെ റബ്ബേ, പാവം ബുഷി, അവൾ എന്നെ വിളിച്ചു. അവളുടെ നിക്കാഹിൻ്റെ തലേന്ന് എൻ്റെ നമ്പർ സംഘടിപ്പിച്ച് എന്നെ വിളിച്ചു. പാവം മോള്.
അവളപ്പോൾ ഇപ്പോഴും എന്നെ ഓർക്കുന്നുണ്ട് എന്നർത്ഥം. സത്യമായിട്ടും അവൾ എന്നെ ഓർക്കുന്നുണ്ട്. ശരിയാണ്. ബുഷിയെക്കുറിച്ച് ഓർത്ത് അവൻ ഒരുപാട് സങ്കടപ്പെട്ടു. സോറി ബുഷി, ഞാൻ എൻ്റെ അപ്പോഴത്തെ ഒരു അവസ്ഥ കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. ബുഷി പ്ലീസ് എന്നോട് ക്ഷമിക്കണം ദയവായി. ശരിക്കും ഷാമിലിനെ അവളുടെ അടുക്കലെന്ന് പോയി പൊട്ടിക്കരയണം എന്ന് തോന്നി. എന്ത് ചെയ്യാൻ, നാളെയാണ് അവളുടെ നിക്കാഹ്. ഈ ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ന് എൻ്റെ ഇത്താത്തയെ ഒന്ന് ഏതായാലും വിളിക്കട്ടെ. അപ്പോൾ തന്നെ അതാ ഷാമിൽ കുഞ്ഞോളെ വിളിക്കുന്നു. ഹലോ, ആ മോനെ. ഇത്താത്ത, നിങ്ങൾ ബുഷിയുടെ വീട്ടിൽ പോയിരുന്നോ? അതേടാ, ബുഷിയുടെ വീട്ടിൽ പോയിരുന്നു. എന്താ പറഞ്ഞത്? എന്ത് പറയാൻ, അവൾ ഒരുപാട് കരഞ്ഞു. അവളുടെ ഡോക്ടറുമായി കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. ഡോക്ടറുമായോ? അതെ, ഒരു ഡോക്ടറുമായി കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. വിവാഹമാണ്, വരണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവളുടെ മനസ്സിൽ ഒത്തിരി വിഷമമുണ്ട് കേട്ടോ. പിന്നെ ഏതായാലും നമ്പറൊക്കെ വാങ്ങി ഞാൻ പോന്നു. പിന്നെ എന്നോട് വിളിച്ചു ചോദിച്ചു, ഷാമിലിൻ്റെ നമ്പറൊന്നും തരുമോയെന്ന് ചോദിച്ചു. കല്യാണം പറയാനാണെന്നും പറഞ്ഞു. മോനെ വിളിച്ചിരുന്നോ? അതെ വിളിച്ചിരുന്നു. ഓ, എന്നിട്ട് എന്താടാ പറഞ്ഞത്? വിവാഹമാണ് എന്ന് പറഞ്ഞു. എടാ, നാളെയാണ് നിക്കാഹ്. എന്ന് നമുക്ക് ഇന്ന് രാത്രി ഒന്ന് പോയി വരണോ? എൻ്റെ പൊന്നോ ഇത്താത്ത, അതിങ്ങനെ നടക്കുമോ? അതിപ്പോൾ ഇങ്ങനെ നടക്കുന്ന കാര്യമാണോ? അത് ശരിക്കും ഷാമിലിന് തോന്നി. ഇത്താത്ത, ആഗ്രഹമില്ലായിട്ടല്ല, പക്ഷേ ഈ രാത്രിയിൽ ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും അവർക്ക് എന്നെ പരിഗണിക്കാനാവില്ല. പ്രത്യേകിച്ച് അജ്മൽ സാർ. ശരിക്കും അജ്മൽ സാറും ഞാനും വളരെയധികം നല്ല കൂട്ടായിരുന്നു എല്ലാം കൊണ്ടും. പക്ഷെ എന്ത് ചെയ്യാൻ, പെങ്ങളുടെ ആ ഒരു വിവാഹത്തിൽ നിന്ന് ഞാൻ പിന്മാറിയപ്പോൾ എന്നെ ശരിക്കും വെറുത്തിട്ടുണ്ടാവും അവർ, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അജ്മൽ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല ഈ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട്. അവന് നല്ല ടെൻഷനുണ്ട്, കാര്യങ്ങളുണ്ടാവും. പക്ഷേ അവൾ എന്നെ വിളിക്കുകയും ചെയ്തു. ഞാൻ എന്ത് ചെയ്യും? ശരിയാണ്, അജ്മൽ നിന്നെ വിളിക്കേണ്ടതായിരുന്നു. പക്ഷേ വിളിക്കില്ല. നീ അവൻ്റെ പെങ്ങളെ വേണ്ടാന്ന് പറഞ്ഞത്, വേണ്ടെന്നല്ല, അത് നടക്കൂലെന്ന് പറഞ്ഞതുകൊണ്ട് ആർക്കായാലും ഉണ്ടാവില്ലേ. പിന്നെയും ആ വിവാഹത്തിലേക്ക് ആരെയും ക്ഷണിക്കോ? അതൊരിക്കലുമില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നു ഷാമിൽ മോനെ, നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്? ഇത്താത്ത, അവൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എങ്ങനെ വിവാഹത്തിന് പോകാതിരിക്കും? കാരണം എനിക്കറിയാടാ, അവൾ ഒരുപാട് പൊട്ടിക്കരഞ്ഞതാണ് ഇതിൻ്റെ പേരിൽ എൻ്റെ മുമ്പിൽ. പിന്നെ അവളുടെ ഉമ്മ വരിക പറഞ്ഞപ്പോൾ ഞങ്ങൾ പോന്നതാണ്. പിന്നെ വേറൊരു പ്രശ്നത്തിന് നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. എന്താ ഇത്താത്ത ഞാൻ ചെയ്യാം? എന്ത് ചെയ്യാനാ മോനെ? ഇനിയിപ്പോൾ ഒന്നും നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. അളിയനോട് ചോദിച്ചു നോക്കാം. എന്തായാലും അവൾ പറഞ്ഞതല്ലേ, അല്ല നമ്മൾ പോയത് കൊണ്ട് തന്നെയല്ലേ അങ്ങനെയൊക്കെ കല്യാണമൊക്കെ പറഞ്ഞത്. അല്ലടാ, അതിപ്പോൾ ആരായാലും ആദ്യം വിവാഹം കഴിക്കാൻ നേറ്റ ആൾ പെട്ടെന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ പിന്നെ മറ്റൊരു വിവാഹം പെൺകുട്ടിക്ക് റെഡിയാകുമ്പോൾ അവർ വിളിക്കുമോ? എനിക്ക് തോന്നിയില്ല. എന്നാലും ആ പെണ്ണായതുകൊണ്ടാണ് കേട്ടോ. നിന്നോട് എന്നാലും മനസ്സിനുള്ളിൽ സ്നേഹമുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും നിന്നെ വിളിച്ചല്ലോ, അതന്നെയല്ലേ വലിയ കാര്യം. കാരണം നീ ആണൊരുത്തൻ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു പെണ്ണും അവൻ്റെ പിന്നാലെ പോകില്ല. പക്ഷേ ആ പെൺകുട്ടിക്ക് നിന്നോട് സ്നേഹമുണ്ട് മോനെ, അതുകൊണ്ടാണ്. ശരിക്കും ഷാമിൽ കരഞ്ഞു പോയി. ഇത്താത്ത, എന്ത് ചെയ്യാൻ, എൻ്റെ അവസ്ഥ അപ്പം അങ്ങനെയായിരുന്നു. ഇപ്പം എനിക്ക് ബുഷിയെ വല്ലാതെ മിസ് ചെയ്യുന്നു ഇത്താത്ത. എന്താ മോനെ ചെയ്യുക? നാളെ നിക്കാഹാണ്. ഒരു പക്ഷേ ഒരു 10-15 ദിവസം ഇതിനെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലും സെറ്റാക്കിയായിരുന്നു. അജ്മലാണെങ്കിൽ എന്നെ വിളിച്ചിട്ടും ഒന്നുമില്ല. എങ്ങനെ വിളിക്കാനാ? സ്വന്തം പെങ്ങളെ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അജ്മലെ അങ്ങനെ വിളിക്കുമോ? എന്താ മോനെ നീ പറയുന്നത്? സാരല്ല, അത് പോട്ടെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരിക്കും ഷാമിൽ വല്ലാതെ സങ്കടപ്പെട്ടു. എന്നാൽ തനിക്ക് തൻ്റെ പ്രിയപ്പെട്ട ബുഷിയെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ആ ഒരു ചിന്തയുണ്ടായിരുന്നു. ശരിയാണ്, ഞാനായിട്ട് തന്നെ പറഞ്ഞതാണ്. അവൻ ആ രാത്രിയിൽ വളരെയധികം സങ്കടത്തോടു കൂടി കാണപ്പെട്ടു. മാജിദ് ഉമ്മ ഭക്ഷണം എടുത്തു വെക്കുമ്പോഴും അവൻക്ക് വല്ലാത്ത ഒരു വിഷമമായിരുന്നു. മോനെ ഷാമിൽ. ഉമ്മ, എന്തു പറ്റി മോനെ? എന്താ പറ്റിയത്? ഉമ്മ, എനിക്ക് വല്ലാത്ത വിഷമമാണുമ്മ. എന്ത് കാര്യത്തിന് മോനെ? മോൻ എന്താ പറയുന്നത്? അത് ഉമ്മ, എനിക്ക് എന്താന്ന് വെച്ചാൽ പറയാനുള്ളത് അത് മറ്റൊന്നുമല്ല ഉമ്മ. ഞാൻ സ്നേഹിച്ച പെണ്ണിൻ്റെ
നിക്കാഹാണ് നാളെ. എന്നാൽ മാജിദ ശരിക്കും ഞെട്ടി. മോനെന്താ പറയുന്നത്? അതെന്താ അപ്പോ? അതെ, അന്ന് ഞാൻ എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വേണ്ടാന്ന് വെച്ചു അവളെ. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, അവൾ ജീവിച്ചു പോയിക്കോട്ടെ, അവളെ ബുദ്ധിമുട്ടിക്കലുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ വേറെ വിവാഹം നോക്കിക്കോളൂ എന്ന്. എന്നാൽ ഇത് വല്ലാത്തൊരു വിഷമമായി ഇപ്പോൾ അവൾ എന്നെ വിളിച്ചിരിക്കുന്നു, നാളെ എൻ്റെ നിക്കാഹാണ് എന്ന് പറഞ്ഞിട്ട്. മോനെ, ഇപ്പോഴും അവൾക്ക് നിന്നോട് സ്നേഹമുണ്ടോ? അതെ ഉണ്ട്, സ്നേഹമുണ്ട്, അതുകൊണ്ടല്ല എന്നെ വിളിച്ചത്. ശരിയാണ്, സ്നേഹമുണ്ടായിരിക്കും. അല്ല, മോൻ എന്തുകൊണ്ടാണ് അതിൽ നിന്ന് വേർപെട്ട് പോകുന്നത്? ഒന്നുമില്ല, അത് വേർപെട്ട് പോകുന്നതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല. എൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ഓർത്തപ്പോഴേ എനിക്ക് തോന്നി ആ പെൺകുട്ടിക്ക് പൊന്നു മോനെ ഇവിടേക്ക് മരുമകളായി വന്നിരുന്നെങ്കിൽ ഞാൻ നോക്കിയിരുന്നു അവളെ പൊന്നുപോലെ. ശരിക്കും ആ ഉമ്മയുടെ വാക്ക് കേട്ടപ്പോൾ ഷാമിലിന് വല്ലാത്ത സങ്കടം തോന്നി. എന്തപ്പോൾ ചെയ്യാൻ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതേ, നാളെയാണ് നിക്കാഹ്. നീ പറ്റുമെങ്കിൽ അവളെ വിളിച്ച സ്ഥിതിക്ക് കാണാൻ വേണ്ടി പോയിക്കോ കേട്ടോ, വിഷമിക്കണ്ട കേട്ടോ. നാളെ പോയിക്കോ നിക്കാഹിന് വേണ്ടിയിട്ട്. സാരമില്ല, അതെ, അവളോട് നിനക്ക് സ്നേഹമുണ്ട് എന്ന് അറിയിക്കുവാൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്നുമോൻ നാളെ പോകണം, പോയേ തീരൂ. ശരിക്കും ആ ഉമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഷാമിൽ പറഞ്ഞു, ഉമ്മ, ആ മണവാട്ടിയായി നിൽക്കുന്ന വേഷത്തിൽ എനിക്ക് അവളെ കാണാൻ കഴിയില്ലുമ്മ, എനിക്കതിന് കഴിയില്ല. അതുകൊണ്ട് മോനെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവളോട് സ്നേഹമുണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് നീ പോയേ തീരൂ. കാരണം നിന്നെ വിളിച്ചതാണ് അവള്, അതിനു വേണ്ടി മാത്രം വിളിച്ചതായതുകൊണ്ട് തന്നെ പൊന്നുമോൻ പോകണം കേട്ടോ. എന്തൊക്കെ തന്നെയായാലും പോയേ തീരൂ. എൻ്റെ പൊന്നുമോൻക്ക് എന്താ പോയിക്കൂടെ? ശരിക്കും അതാ ഷാമിൽ അത് കേട്ടപ്പോൾ ഒത്തിരി വിഷമിച്ചു. ഉമ്മ, ഏയ് മോനെ വിഷമിക്കണ്ട, പോയിക്കോ കേട്ടോ. മോനെ വിളിച്ചതാണെങ്കിൽ മോനെ പോയിക്കോ, പോയി കല്യാണത്തിൽ കൂടിയിട്ട് വാ. അതെ, അവളോട് സ്നേഹമുണ്ടെന്ന് അറിയിക്കുവാൻ വേണ്ടിയിട്ട് മാത്രം. എന്നാൽ ഷാമിലിന് ആ രാത്രി ഉറക്കം വന്നില്ല. അതെ, നാളെ ഈ സമയമാകുമ്പോഴേക്കും അവൾ മറ്റൊരുത്തൻ്റേതായി മാറും. റബ്ബേ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. ഷാമിൽ വല്ലാതെ സങ്കടപ്പെട്ടു. ഉമ്മ അവനെ സമാധാനിപ്പിച്ചു, പൊന്നുമോൻ പോയിക്കോ കേട്ടോ. പെട്ടെന്ന് ഷാമിലിൻ്റെ ഫോൺ വീണ്ടും ബെല്ലടിച്ചു. അതെ, അവൾ തന്നെ. ഹലോ ഷാമിൽ, വരില്ലേ? ഷാമിൽ, എന്തായാലും വരണം, വരാതിരിക്കരുത്, എൻ്റെ അപേക്ഷയാണ്. അവസാനമായി ഒരിക്കൽ കൂടി കാണാലോ. ഇനിയൊരു പക്ഷേ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? അതെ, അത്രക്കും ആഗ്രഹിച്ചത് കൊണ്ടാണ്, കൊതി കൊണ്ടാണ്. ഒന്ന് കണ്ടാൽ മാത്രം മതി. പെട്ടെന്ന് ഫോൺ കട്ടാക്കുകയും ചെയ്തു. എന്നാൽ വീണ്ടും തൻ്റെ ബുഷിയുടെ ആ ശബ്ദം അവൻ്റെ കാതുകളിൽ അലയടിച്ചപ്പോൾ അവനതിയ അറിയാതെ കരഞ്ഞുപോയി. അവൻ റൂമിൽ കയറി വാതിലടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു. ബുഷി, എന്നോട് ക്ഷമിക്കണം മോളെ, അറിയാതെ എന്ത് ചെയ്യാൻ, ഞാൻ അങ്ങനെ പറഞ്ഞു പോയി. എൻ്റെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ, ബുദ്ധിമുട്ടുകൾ കൊണ്ട് എൻ്റെ ആ ഒരു നല്ല ജീവിതം എനിക്ക് നഷ്ടപ്പെട്ടു പോയി മോളെ. അതുകൊണ്ട് എനിക്ക് തോന്നി എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടാലും വേറെ ആരും എന്നെ കൊണ്ട് ബുദ്ധിമുട്ടാവരുത് എന്ന്. അതുകൊണ്ടാണ് പൊന്നു മോളെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ശരിക്കും ഷാമിലിന് ആ രാത്രി ഉറക്കമുണ്ടായിരുന്നില്ല. അവൻ വളരെയധികം പ്രയാസപ്പെട്ട് വിങ്ങിപ്പൊട്ടി കരയുകയായിരുന്നു. അവൻ്റെ മനസ്സിൽ ബുഷി മാത്രം. അന്ന് അറേബ്യയിൽ വെച്ച് കണ്ട ആ ഒരു ബുഷിയുടെ മനോഹരമായ ആ മുഖം, അതെ, ശരിക്കും അവളെ ഒരൊറ്റ നോട്ടമേ നോക്കിയതുള്ളൂ. അറിയാതെ തൻ്റെ മുന്നിലേക്ക് കടന്നു വന്ന ആ നീലക്കണ്ണുള്ള ആ ഒരു രാജകുമാരി, അതെ, ആ പെൺകുട്ടി. ശരിക്കും അവളുടെ ആ ഒരു മുഖം അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ബുഷി, അതെ, അറിയാതെ നിന്നോടങ്ങ് ഇഷ്ടം തോന്നിപ്പോയി പെണ്ണേ. എന്ത് ചെയ്യുക, ഞാൻ എന്ത് ചെയ്യുക, എനിക്കറിയുന്നില്ല. എനിക്ക് അവളെ മറക്കാൻ കഴിയുന്നില്ലല്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അവളെ. പക്ഷേ എൻ്റെ ബുദ്ധിമോശം കൊണ്ട് അങ്ങനെ പറഞ്ഞു, സാരമില്ല. എന്നാൽ അവൻ ആ രാത്രി അവിടെ ഉറങ്ങിയിട്ടില്ല എന്ന് അവിടുത്തെ ഉമ്മക്ക് മനസ്സിലായി. ലൈറ്റ് ഓഫ് ചെയ്തില്ല. എന്തൊക്കെയോ ഒരു തേങ്ങലിൻ്റെ ശബ്ദം. അങ്ങനെയതാ ഉമ്മ പതുക്കെ വാതിലിൽ മുട്ടി. മോനെ, മോനെ, മോനെ ഷാമിൽ. അവൻ മുഖം നന്നായി
തോർത്തിയിട്ട് നേരെ വാതിൽ തുറന്നു. ആ ഉമ്മ. അല്ല മോനെ, മോനെന്താ ഉറങ്ങാത്തത് ഉമ്മ? ഏയ് ഇല്ല, എൻ്റെ കുട്ടി ഉറങ്ങിയിട്ടില്ല. മോന് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് തരട്ടെ? വേണ്ട. പിന്നെ എന്താ മോനെ ഉറങ്ങാത്തത്? എത്ര സമയമായി ഇങ്ങനെ നിൽക്കുന്നു? മോനെന്താ ഉറങ്ങാത്തത്? മോനെ എന്താ ഉറങ്ങാത്തത്? മോനെ ഉറങ്ങും മോനെ. മോനെ മോനോ എന്താ എന്തെങ്കിലും വിഷമമുണ്ടോ? ഒന്ന് പുറത്തേക്ക് വന്നിരിക്കണോ? എളാമ അതൊന്നും വേണ്ട. എനിക്ക് മനസ്സിലാകുന്നുണ്ട് നന്നായിട്ട്. അതെ, എൻ്റെ പൊന്നുമോൻ നാളെ തന്നെ പോകണം. അവളുടെ വിവാഹത്തിൽ പങ്കെടുക്കണം കേട്ടോ. അവളുടെ വിവാഹം മംഗളമാക്കി പറഞ്ഞേക്കണം അവളെ നല്ല രീതിയിൽ. സ്നേഹത്തോടെ അതാ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അവന് തന്നെ പ്രിയപ്പെട്ട ഉമ്മ ഖബറിൽ നിന്ന് വന്ന് സംസാരിക്കുന്ന പോലെ തോന്നി. അവൻ അറിയാതെ വിളിച്ചു, ഉമ്മ ഉമ്മ. മോനെ, അതെ എൻ്റെ പൊന്നുമോൻ പോകണം കേട്ടോ. ഇൻഷാ അല്ലാ. മോൻ എന്തെങ്കിലും വേണോ? ഭക്ഷണം എന്തെങ്കിലും വേണ്ടുമ്മ? എന്നാൽ എൻ്റെ പൊന്നുമോൻ ഉറങ്ങിപ്പോയിട്ട് നീ ഇങ്ങനെ വിഷമിക്കല്ലേ. നാളെ അവളുടെ മുമ്പിലേക്ക് ചെല്ലാനുള്ളതാണ്. മോൻ ചെല്ല്. ശരിക്കും ഉമ്മയുടെ വാക്കുകൾ അത് ഷാമിലിന് അല്പം ആശ്വാസം പകർന്നു. എങ്കിലും അവൻക്ക് ആ രാത്രി ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. ബുഷിയെക്കുറിച്ചുള്ള ഓരോ ഓർമ്മകൾ, അന്ന് അറബ് നാട്ടിൽ അറബിയമ്മയുടെ വീട്ടിൽ കഴിഞ്ഞ ആ ഒരു സന്തോഷ നിമിഷങ്ങൾ, തന്നെ കാണുവാൻ വേണ്ടിയിട്ട് അവൾ വരുന്നത്. അതെ, അവളെ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ വളരെയധികം പുഞ്ചിരിക്കുന്ന മുഖവുമായി അവൾ എൻ്റെ മുമ്പിലേക്ക് വരുന്നത്, അതൊന്നും ഷാമിലിന് മറക്കുവാൻ കഴിഞ്ഞില്ല. അതെ, അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവൻ്റെ ഹൃദയത്തിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഷാമിലിന് എന്ത് ചെയ്യണമെന്നായി പോയി. ബുഷി, അതെ, ഇന്ന് മാത്രമാണ് എനിക്ക് നീ ഉള്ളത്. നാളെ ആയി കഴിഞ്ഞാൽ നീ മറ്റൊരുത്തൻ്റെ ഭാര്യയായി മാറുകയാണ്. എൻ്റെ ബുഷി, പ്ലീസ് എന്നോട് ക്ഷമിക്കണം മുത്തേ. അറിയാതെ ഞാനങ്ങ് പറഞ്ഞു പോയി എന്ന് കരുതിയിട്ട് നീ ഇത്ര പെട്ടെന്ന് വിവാഹത്തിന് സമ്മതിക്കാൻ പാടുണ്ടോ? എനിക്ക് എൻ്റെ നിവൃത്തികോട് കൊണ്ട് പറഞ്ഞു പോയതാ മോളെ. എൻ്റെ ജീവിതം അത്രക്കും പ്രയാസമായതുകൊണ്ട് മാത്രം പറഞ്ഞു പോയതാണ് മോളെ. അതെ, അത്രക്കും വിഷമമായിരുന്നു എൻ്റെ ജീവിതം, അത്രക്കും പ്രയാസമായിരുന്നു, അത്രയും മാനക്കേടില്ലായിരുന്നു. എളാമ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ, ഉപ്പയുടെ കാര്യങ്ങൾ, അനിയത്തിമാരുടെ കാര്യങ്ങൾ എല്ലാം കൂടി ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി അവർക്കാരുമില്ല. അതെ, ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മോളെ നിന്നെ ഞാൻ മറ്റൊരു വിവാഹത്തിന് വേണ്ടി പറഞ്ഞയച്ചത്. അതെ, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്ക് നിന്നെ വളരെയധികം മിസ് ചെയ്യുന്നു എൻ്റെ ബുഷി. എനിക്ക് നീ ഇല്ലാതെ കഴിയില്ലെന്ന് തോന്നുന്നു ബുഷി. അവന് ആ രാത്രി ഒരുപാട് കരഞ്ഞു. എന്നാൽ ആ രാത്രിയിൽ അവിടെ ബുഷിയുടെ മൈലാഞ്ചി കല്യാണമായിരുന്നു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, വാൽപ്പാറയിൽ നടന്ന അപകടത്തെക്കുറിച്ച് അറിഞ്ഞില്ലല്ലേ? ഒരുപാട് ആളുകൾ, ഒരുപാട് ടീച്ചേഴ്സൊക്കെ മരണപ്പെട്ടു അല്ലേ? എന്തൊക്കെ തന്നെയായാലും നമ്മുടെ മരണം എങ്ങനെയാണ്, എപ്പോഴാണൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഉടുത്ത ഈ ഡ്രസ്സ് വരെ അത് അഴിക്കുന്നത് ആരാണ്? നമ്മളിടും, പക്ഷെ അത് അഴിക്കുന്നത് ആരാണെന്ന് പോലും നമുക്ക് പറയാൻ കഴിയൂല. അതാണ് മനുഷ്യന്മാരുടെ ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ. അത്രേ ഉള്ളൂ മനുഷ്യന്മാർക്ക് ഗ്യാരണ്ടി അല്ലേ? അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് മറ്റൊന്നുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഖബറുടെ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ, അവരുടെ കുടുംബങ്ങൾക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മളൊക്കെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ നാട്ടിൽ മിനിഞ്ഞാന്ന് മരണപ്പെട്ട, പെട്ടെന്ന് ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും അദ്ദേഹം എന്ന് വെച്ചാൽ ഞങ്ങളെ തോട്ടത്തിൽ തേങ്ങ ഇടാൻ, അതുപോലെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ, റബ്ബറിന് ഷീറ്റ് വിൽക്കാൻ കൊണ്ടുപോകാനും ഒക്കെ ഉള്ളൊരാളായിരുന്നു അവിടെ. ഗഫൂർ എന്ന പേരുള്ള ആ യുവാവ്. അദ്ദേഹത്തിന് ഓട്ടോറിക്ഷയുണ്ട്, ഓട്ടോറിക്ഷയിൽ എല്ലാവരും കൊണ്ടുപോകും, കുട്ടികളായാലും പ്രായമായാലും എല്ലാവരോടും നല്ല സ്നേഹവും സഹകരണവും സ്വഭാവമുള്ളൊരു വ്യക്തിത്വമാണ്. അതുമാത്രമല്ല, വീട്ടിലേക്കൊക്കെ എന്താവശ്യത്തിനും ഞങ്ങളെ തറവാടിൻ്റെ തന്നെ ഒരു അത്താണിയായിരുന്നു. അതായത് എല്ലാ കാര്യം ഞങ്ങൾ അതിനാണ് ഏൽപ്പിക്കാറുള്ളത്. ഞങ്ങൾ തോട്ടത്തിൻ്റെ കാര്യം എല്ലാം അങ്ങനത്തെ തേങ്ങ ഇടാനും തേങ്ങ പൊളിച്ചത് വിൽക്കാൻ കൊണ്ടുപോകാനും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അത് തന്നെ ചെയ്തിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, നിർഭാഗ്യവശാൽ മിനിഞ്ഞാന്ന് രാവിലെ സുബഹിന് ശേഷം തെങ്ങിൽ കയറാൻ തുടങ്ങി. ഏകദേശം ഒരു 10, 11, 12 മണിയൊക്കെ ആയപ്പോഴേക്കും അവസാനത്തെ തെങ്ങിലെ തേങ്ങ ഇടലും
ഒക്കെ കഴിഞ്ഞ് എന്ത് സംഭവിച്ചത് അറിയില്ല. അത്രക്കൊരു പക്ഷേ വെയിലിൻ്റെ ചൂട് കൊണ്ട് തല കറങ്ങിയതാണോ അതോ എനിക്കറിയില്ല, എന്ത് സംഭവം അറിയില്ല. താഴേക്ക് വീണിട്ട് ആകപ്പാടെ തലയൊക്കെ പൊട്ടി, മുഖമൊക്കെ ഉള്ളിലേക്ക് പോയി, നെറ്റിയൊക്കെ ഉള്ളിലേക്ക് പോയ രീതിയിലായിരുന്നു അറിയാൻ കഴിഞ്ഞത്. തലയുടെ ഉള്ളാകെ കലങ്ങിയിരിക്കണ്, വയറിൻ്റെ ഉള്ളാകെ കലങ്ങിയിരിക്കണ്, വാരിയെല്ലൊക്കെ പൊടിഞ്ഞിരിക്കുന്നു, അതുപോലെ കൈകാലുകളൊക്കെ. പിന്നെ പറഞ്ഞു കൈകാലുകളും വാരിയെല്ലൊക്കെ കമ്പിട്ട് കെട്ടിയെങ്കിലും നമുക്ക് നിർത്താം, പക്ഷേ വയറിനുള്ളും തലക്കുള്ളും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഓപ്പറേഷൻ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ആ രാത്രി കഴിഞ്ഞ് പോയി പിറ്റേ രാവിലെയും എല്ലാവർക്കും ആ ഒരു വാർത്തയെക്കുറിച്ച് മാത്രമായിരുന്നു കേട്ടോ. പിന്നെയാണ് അറിഞ്ഞത് ഗഫൂർ നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയി എന്നുള്ളത്. പഠിച്ചവനെ മരണ വീട്ടിലേക്ക് പോയപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെയധികം സങ്കടകരമായ അവസ്ഥയായിരുന്നു. കാരണം അവരുടെ ഉമ്മ, പ്രായമായ ഉമ്മ, ഉപ്പ, പിന്നെ ഗർഭിണിയായ ഭാര്യ, സഫമോളെ പ്രായമുള്ള, സഫമോളെക്കാളും കുറച്ച് താഴെയുള്ളൊരു മോളാണുള്ളത്. ആ പൊന്നു മോളെ എത്തിയുമാക്കിയിട്ട് അവന് യാത്രയായി. 7 വയസ്സുള്ള മോളാണ് ഉള്ളത്. അവൾക്കാണെങ്കിൽ ഗർഭം തുടങ്ങുന്ന അവസ്ഥ 3 മാസം ആണ്. കാരണം അതിന് 2 ദിവസം മുമ്പ് അതുവഴിയൊക്കെ വന്നിട്ട് അവരോടൊക്കെ പറഞ്ഞതിന് വൈഫ് പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ അവൾക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ വാങ്ങി കൊടുക്കുകയാണ് എന്നൊക്കെ രീതിയിലൊക്കെ നല്ല രീതിയിൽ സന്തോഷ വാർത്ത ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു. എന്താ ചെയ്യുക, അപ്പോഴേക്കും പോയി. ആ ജനിക്കുന്ന കുഞ്ഞിനെ കാണാനും നിന്നില്ല. ആ ഇൻഷമോൾ എന്ന് പറഞ്ഞ മോൾക്ക് പിതാവും നഷ്ടപ്പെട്ടു. വല്ലാത്തൊരവസ്ഥ. ഞാനിങ്ങനെ നോക്കിയപ്പോൾ റബ്ബേ, ആ ഉമ്മ കരയാണ്, എൻ്റെ കുഞ്ഞുട്ടി പോയല്ലോ, എൻ്റെ കുട്ടിക്ക് ഇനി ആരാ ഉണ്ടാകുക, ഇന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇനി ആരാ ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ കരയണം, ഉപ്പ കരയണം. ശരിക്കും ആണുങ്ങളൊക്കെ വിതുമ്പി കരയുന്നൊരു കാഴ്ചയാണ് കേട്ടോ അവിടെ കണ്ടത്. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു വേദനയായിപ്പോയി. ആ ഒരു നാടിനും വീടിനും വല്ലാത്തൊരു നഷ്ടമാണ്. കാരണം എല്ലാവർക്കും സഹായം ചെയ്യുന്ന ഒരാളാണ്. എന്തൊക്കെ തന്നെയാലും അവസാനമായി ആ മയ്യത്ത് കാണുവാൻ അവിടെ എത്തിയത് ഒരുപാട് ആൾക്കൂട്ടമായിരുന്നു. എന്തായാലും റബ്ബേ, വല്ലാത്തൊരവസ്ഥ. നല്ലൊരു യുവത്വം തുളുമ്പുന്നൊരു യുവാവായിരുന്നു അവന്. ശരിക്കും നല്ല സ്മാർട്ടായിട്ടുള്ള ഒരാൾ തെങ്ങിൽ നിന്ന് വീണ് ദാരുണമായി മരണപ്പെട്ടൊരവസ്ഥ. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിടം സ്വർഗ്ഗപ്പൂന്തപ്പായി കൊടുക്കട്ടെ റബ്ബേ. പെട്ടെന്ന് ആ മരണത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കുക റഹ്മാനെ. അത് കഴിഞ്ഞാലിപ്പോൾ ഈ ഒരു വലിയ അപകടം വീണ്ടും കേട്ടു. ഇന്നലെ വാൽപ്പാറയിൽ ആ ഒരു ട്രാവലർ മറിഞ്ഞതിലെ എത്ര ടീച്ചേഴ്സും ഒക്കെ എത്ര ആളുകളാണ് ദാരുണമായി മരണപ്പെട്ടെ. എല്ലാവർക്കും അല്ലാഹു ഷഹീദിൻ്റെ കൂലി നൽകട്ടെ പഠിച്ചവനെ. ആ വാഹനത്തിൻ്റെയൊക്കെ ഒരു സ്ഥിതി കണ്ടാൽ പഠിച്ചവനെ, അവരുടെ കുടുംബങ്ങൾ ഇന്നത്തെ ന്യൂസിലൊക്കെ മുഴുവൻ അതാണല്ലോ അല്ലേ. പടച്ച റബ്ബ് കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണം നിങ്ങൾ നീ തരല്ല അല്ലാ, കാരണം സഹിക്കാൻ കഴിയൂല റഹ്മാനെ. അല്ലാ, പടച്ച റബ്ബ് നമ്മയും നമ്മുടെ കുടുംബത്തെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട്. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത കൂടി കേട്ടു. കാരണം നമ്മൾ ഈ റംബുട്ടാനുണ്ടല്ലോ, റംബുട്ടാന് പൊന്നു മക്കൾ എന്തായാലും നമ്മൾ വായിലിടുമല്ലോ റംബുട്ടാന്. അതൊരു 6 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ കുട്ടി റംബുട്ടാന് വായിലിട്ടതാണ്. അത് ചങ്കിൽ കുടുങ്ങിയിട്ട് റബ്ബേ, അതിങ്ങോട്ട് ഡോക്ടർ പിന്നെ അത് വായ തുറന്ന് പിടിച്ചതെടുക്കണ രംഗം. അപ്പോഴേക്കും അത് അടഞ്ഞിട്ട് ശ്വാസം കിട്ടാതായി മരണപ്പെട്ടിട്ടുണ്ട്. നീല കളറായിട്ടുണ്ട് ആ കുട്ടി, ശ്വാസം അങ്ങോട്ട് കിട്ടാതായിട്ട്. ആ ഒരു മരിച്ച ആ പൊന്നു മോളുടെ വായിൽ നിന്ന് റംബുട്ടാൻ എടുക്കുന്നത് അടുത്ത് നിന്നുകൊണ്ട് ഉമ്മ കാണുകയാണ്. എന്തായിരിക്കില്ലേ അവസ്ഥ. പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ അല്ലാ. നമ്മൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോഴേ മക്കൾ പോണൊരവസ്ഥ എന്ന് വെച്ചാൽ വല്ലാത്തൊരവസ്ഥ തന്നെ. ഞാൻ പറഞ്ഞ ഗഫൂറിൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ റബ്ബേ, അവർക്കൊക്കെ എത്രമാത്രം വേദന ഉണ്ടാവും. ആ ഒരു കുടുംബത്തിൻ്റെ തണിയായിരുന്നു. ഇനി അവർക്കില്ല ആരും സഹായിക്കാൻ. കാരണം ഗർഭിണിയായ ഭാര്യ, പിന്നെ വയസ്സായ ഉമ്മയും ഉപ്പയും ആരും ഇല്ലാത്തവർ, ഇവൻ മാത്രമായിരുന്നു അതിൻ്റെ തണി. ഇനിയിപ്പോൾ നാട്ടുകാരൊക്കെ അതിന് വേണ്ടി സഹായം എടുത്തിട്ട് ക്യാഷൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ട്. എന്തൊക്കെ തന്നെയായാലും ആ ഒരു നഷ്ടപ്പെട്ട ആളെ തിരിച്ച് കിട്ടൂലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പഠിച്ചവനെ മനസ്സ് ഇന്നും വല്ലാതെ വേദനിക്കുകയാണ് റബ്ബേ. അല്ലാ, നീ കാത്തുരക്ഷിക്കേ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.